ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ റബി. ഹായ് ബ്രോസ്, ഹൗ ആർ യു ഗായ്സ്? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ സലാർ ട്രെയിലർ റിലീസായിരിക്കുകയാണ്. തെലുഗു പ്രഭാസിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ട്രെയിലർ ഇന്നലെ വന്നിട്ട് അത് റിയാക്ഷൻ ചെയ്യാൻ പോണ്. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലെ ഒരു സംഭവം നടന്നു. ഇന്നലെ എനിക്കൊരു പട്ടിയുണ്ട്. ഓക്കെ, ഒരു ലാബാണ്, ലാബ് ക്രോസ് ആണ്. അതിൻ്റെ പേര് വന്നിട്ട് ഞാൻ വന്നിട്ട് പ്രോഗ്രാം ലാംഗ്വേജസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം പൈതൺ പ്രോഗ്രാം ലാംഗ്വേജ് ഇല്ലേ, ആ ഒരു പേര് ഇട്ടത് പൈതൺ വന്നിട്ട് ഇന്നലെ വെറുതെ വാക്കിന് കൊണ്ടുപോയതാണ്. എന്നിട്ട് വെറുതെ നമ്മൾ വിടുമല്ലോ റോഡ് സൈഡ് വിട്ടപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പോയി നോക്കണു, കാണാനില്ല. അതിനെ 4 മാസം തൊട്ടേ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ 4 മാസം പറഞ്ഞാൽ എത്രയേ ഉണ്ടാവുള്ളൂ കുട്ടി. ലാബൊക്കെ കണ്ടിട്ടുണ്ട്, അങ്ങ് ഭയങ്കര ചെറുതായിരിക്കും. അത് ലാബാണെങ്കിലും ശരി, അത് സ്ട്രീറ്റ് ഡോഗ് ആണെങ്കിലും ശരി, ഏതാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ചെറുപ്പം തൊട്ട് നോക്കുമ്പോൾ നമുക്കൊരു സ്നേഹം വരുമല്ലോ. അപ്പോൾ അത്രയും ചെറുപ്പം തൊട്ട് നോക്കിയ ഒരാളായിരുന്നു അത്. ഓക്കെ, അപ്പം ഇന്നലെ രാത്രി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പോയി ഞാൻ നോക്കുന്നു, വിളിക്കണു വരുന്നില്ല. എപ്പോഴും പൈതൺ ആണ് വിളിച്ചാൽ വരും. ഇന്നലെ നോക്കുന്നു, കാണാനില്ല. അപ്പോൾ ആസ് യൂഷ്വൽ അത് വരും പ്രതീക്ഷയിൽ കുറച്ച് നേരം ഇരുന്നു. ഞാൻ പോയി നോക്കി അന്വേഷിച്ചപ്പോഴാണ് പറയണത് ഒരേട്ടൻ സ്കൂട്ടിയിൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഏട്ടൻ പറഞ്ഞാൽ എന്താ അറിയോ, എൻ്റെ ഡോഗ് വന്നിട്ട് കഴുത്തിൽ ബ്ലാക്ക് കളറാണ്. ഓക്കെ, ഞാൻ ഫോട്ടോ അവിടെ കൊടുക്കാം. ബ്ലാക്ക് കളറാണ്, അതിൻ്റെ കഴുത്തിലൊരു ബെൽറ്റ് ഉണ്ടാവും, റെഡ് കളർ ബെൽറ്റ്. രാത്രി ലൈറ്റ് കത്തും, അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ ആ ഏട്ടൻ പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ, ഒരു ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു, ഓട്ടോറിക്ഷയിൽ അവനെ എടുത്തിട്ട് പോയി. എന്താ പറയുക, എടുത്തിട്ട് പോയത്രേ പട്ടീനെ. ഭയങ്കര സങ്കടമായി. ഞാൻ പിന്നെ വണ്ടി എടുത്തിട്ട് 2-3 ചെക്കന്മാർ, നമ്മുടെ ഒരു ചെക്കന്മാരുണ്ടായിരുന്നു, ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അവർ വന്ന് വണ്ടി കയറി. പിന്നെ ഞാൻ വണ്ടി എടുത്ത് തപ്പാൻ തുടങ്ങി. 20 മിനിറ്റിന് മുമ്പ് ആ ഓട്ടോറിക്ഷ സ്ട്രെയിറ്റ് പോയി എന്നാണ് പറയണത്, തൂക്കിയിട്ട്. അപ്പം ഞാൻ 20 മിനിറ്റ് എവിടേക്ക് പോകാൻ പറ്റുമ്പോട്ട് പിള്ളേരുടെ അപ്പം ഞാൻ ഇങ്ങനെ പോയി. ആ വഴിയൊക്കെ കണ്ടുപിടിക്കാനേ പറ്റിയില്ല. ഓക്കെ, ഞാൻ ഏകദേശം ഒരു 5-6 കിലോമീറ്റർ വരെ പോയിട്ടുണ്ടാവും തോന്നുന്നു, പിള്ളേരെയും കൂട്ടിയിട്ട്. എന്നിട്ട് അവിടെ ഓട്ടോറിക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഏട്ടന്മാരുടെയൊക്കെ ഫോൺ നമ്പർ കൊടുത്ത് അങ്ങനെ അന്വേഷിച്ചു. ലാസ്റ്റ് വരെ കിട്ടിയില്ല. ഇതെന്താ സങ്കടം പറഞ്ഞാൽ, ഈ പട്ടികളിലൊക്കെ നമ്മൾ വാക്കിങ്ങിന് വിടുമല്ലോ രാത്രി. നമ്മളെ കൂട്ടിയിട്ട് പോകേണ്ടത്, നമ്മുടെ രാത്രി നമ്മൾ വെറുതെ വിടുമല്ലോ, കുറച്ച് നേരം എൻജോയ് ആയിട്ട് അങ്ങനെ വിട്ടതാണ്. അപ്പോൾ ഓട്ടോറിക്ഷൻ്റെ ആൾ കയറ്റിയിട്ട് പോയി പറഞ്ഞപ്പോൾ ഒരു സൈഡ് ആരും കയറ്റിയിട്ട് പോയിട്ടില്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ അലഞ്ഞ് തിരിഞ്ഞിട്ട് എപ്പോഴും വരുന്ന പോലെ വരുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇത് ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി പറഞ്ഞപ്പോൾ ഒരു സങ്കടം. അവിടെ പോയി നോക്കി, തപ്പി കിട്ടിയില്ല. ഒരു കാലത്ത് 2 മണിയാകുന്ന സമയത്ത് എൻ്റെ തലേൻ്റെ അവിടെ വന്നിട്ട് ഒരു പട്ടി കുരയ്ക്കണ ഒരു ശബ്ദം വീട്ടിൻ്റെ ഉള്ളിൽ. ഓക്കെ, പട്ടി കുരയ്ക്കണ ശബ്ദം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആരാണെന്ന് നോക്കുന്നു, നമ്മുടെ ആൾ വന്നിരിക്കണം. നമ്മുടെ ആള് അതെങ്ങനെ വന്നതെന്നറിയില്ല. പയ്യാട്ടം പറഞ്ഞതുകൊണ്ട് ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. പിന്നെ ആൾ വന്നു. അത് എത്ര ദൂരം പോയിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. ആൾ വന്നു നമ്മളെ കണ്ട ഭയങ്കര സന്തോഷം, കുറച്ച് പേടിയുണ്ടായെന്ന് തോന്നുന്നു. പിന്നെ ഭയങ്കര റെസ്റ്റായിരുന്നു. ആൾ ഉറക്കമാണ്, ഇപ്പോഴും ഉറക്കമാണ്. അപ്പോൾ എന്താ പറയാനുള്ളത് പറഞ്ഞാൽ, ആരും ഇങ്ങനെ റോട്ടിലൊരു പട്ടി ബെൽറ്റ് വെച്ചിട്ട് കണ്ടു പറഞ്ഞാൽ നിങ്ങൾ ആരും വിചാരിച്ചിട്ട് ഹോംലെസ് ഡോഗാണ്, അങ്ങനെ ഒരുപാട് സങ്കടം തോന്നിയിട്ട് ആരും പട്ടീനെ എടുത്തിട്ട് പോകാൻ പാടില്ല. മനസ്സിലായ? അത് വീഡിയോ ആര് കണ്ടാലും അവരുടെ അടുത്ത് പറയാനുള്ളതാണ്. നിങ്ങൾ പാവം നോക്കിയിട്ട് എടുത്തിട്ട് പോകും പട്ടീനെ. ആ പട്ടീനെ ഭയങ്കര ആത്മാർത്ഥമായി നോക്കണവരുണ്ടാവും. ഓക്കെ, അപ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? ആ പട്ടി വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഒരു ജോൺ വിക്ക് ആയിട്ടുണ്ടാവും. ഞാൻ ഇപ്പോൾ മൊത്തം ഞാൻ അലിനെ തിരിച്ച് എങ്ങനെയും കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഞാൻ അത് വേറെ മാറ്റർ, അടുത്ത ജോൺ വിക്ക് ആയിട്ടുണ്ടാവും. പക്ഷെ പട്ടി വന്നു, അത് തന്നെ എനിക്കൊരു സന്തോഷം, വളരെ സന്തോഷം. അത് പട്ടി വളർത്തുന്നവർക്ക് അതിൻ്റെ ഒരു വേദന അറിയുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അറ്റ് ലാസ്റ്റ് ഹീസ് ബാക്ക്. ഞാൻ കാണിച്ചു തരാം. പൈതോ എവിടെ? പൈതോ, നിങ്ങൾ നമ്മുടെ ആള്. യെസ്, എവിടെ നീ? പൈതോ പൈതോ ഇവിടെ നോക്ക്, ക്യാമറ നോക്ക്. ബാക്ക് ടു ദ വീഡിയോ, സലാർ റിയാക്ഷൻ. ലെറ്റ്സ് ഗോ. தொலை தூரத்தில் இருக்கிற ஒரு தேசத்தில் தூண்டில புழுவாவும் இருப்பேன், திமிங்கலமாவும் மாறுவேன். ஒருத்தனுக்காக மட்டும். എത്ര ഈ മൂവിക്ക് വെയിറ്റ് ചെയ്യേണ്ടി പറഞ്ഞാൽ പറയാം. நான் இங்க வருவேன்.
இந்த கதை தொடங்கி 1000 வருஷமாச்சு. ഇതിലെന്താ ഒരു എനിക്കെന്താ സന്തോഷം പറഞ്ഞാൽ പൃഥ്വിരാജുണ്ട്, അതാണ് സന്തോഷം. പ്രഭാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ മൾട്ടി സ്റ്റാറിങ് മറ്റേ ആ ഒരു സംഭവമില്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പല സ്റ്റേറ്റ്സിനും ആൾക്കാരുടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നോ ഡിസ്ക്രിമിനേഷൻ എല്ലാവരും വെച്ചിട്ട്. அதுக்கப்புறம் கான்சார் ஒரு சாம்ராஜ்யமா மாறிடுச்சு. இங்க கூட அரியாசனத்துக்காக பல்வேறு சூழ்ச்சிகள் நடந்துச்சு. நான் இருக்கும் போது என் மகன் வரதராஜ மன்னார துறையா பார்க்கணுங்கிறது தான் என் ஆசை. ராஜமுன்னார் திரும்ப வந்ததும் Kindly request. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഗൈസ് ട്രെയിലർ? എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്താ ചോദിക്കാനുള്ളത് പറഞ്ഞാൽ, ദിസ് ഈസ് എ ലോങ്ങസ്റ്റ് ട്രെയിലർ ഐ എവർ സീൻ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. എന്താ പറഞ്ഞാൽ 3 മിനിറ്റ്. എന്തത് ഇത്ര വലിയ ട്രെയിലർ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. പിന്നെ അത്ര ഒരു ഗൂസ് ബംസ് മൊമെൻറ്റ്സോ അങ്ങനെയൊന്നുമില്ല. KGF 2 ഒക്കെ പ്രശാന്ത് നീലല്ലേ ഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ KGF 2 ഒരു ഗുമ്മൊക്കെ ഉണ്ടാവും വിചാരിച്ചു. പക്ഷെ അത്രയൊന്നുമില്ല. എന്നാലും നന്നായിട്ടുണ്ടായിരുന്നു. പടത്തിന് ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ വേറൊരു കാര്യം പറയാനുണ്ട്, ഞാൻ ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തൊരു ബാറുണ്ട്, ഓക്കെ, ഒറ്റപ്പാലത്തെ ഒരു ബാറുണ്ട്. അപ്പോൾ ബാറിൻ്റെ ഉള്ളിൽ എനിക്ക് എന്തൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ബാർ വ്ളോഗും ഉണ്ട്, ഒരു ന്യൂ ഐറ്റം. എത്ര പേര് അത് എന്തായാലും ഞാൻ ചെയ്തിടും. അപ്പോൾ എത്ര പേര് അത് വെയിറ്റ് ചെയ്യേണ്ടി പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ എന്താ അതിൻ്റെ ടൈറ്റിൽ പറഞ്ഞാൽ കേരള ബാർ വ്ളോഗ്. നമുക്കങ്ങനെ ഞാൻ ഡ്രിങ്ക്സ് അത്രയും കുടിക്കില്ല, അങ്ങനെ ബീർ കുടിക്കില്ല, ഒന്നും ചെയ്യില്ല. പക്ഷേ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കണമല്ലോ. കുറേ പേരുണ്ടാവില്ല എന്നെ പോലെ. അപ്പോൾ നമുക്ക് നോക്കാം. നാളത്തെ വീഡിയോ കാണാം. സൺഡേ വിൽ ബി എ ഫൺ ഡേ. ബാർ വീഡിയോ ആയിരിക്കും നാളെ. അപ്പോൾ ബൈ ഗൈസ്, ഇറ്റ്സ് മീ യുവർ ഇബി. ബൈ ബ്രോസ്, ലവ് യു ഗൈസ്, ബൈ.